ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടി മൂന്നാംഘട്ട സ്ഥാനാർത്ഥി പട്ടികയും ആം ആദ്മി പാർട്ടി രണ്ടാംഘട്ട പട്ടികയും പുറത്തിറക്കി. അതേസമയം സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ നിലനിൽക്കുന്ന മഹാസഖ്യത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുകയാണ്. വിവരങ്ങളുമായി ബീഹാറിൽ നിന്ന് വിനീത വിജിയാണ് ചേരുന്നത്. വിനീത, ഇനിയിപ്പോ കുറച്ച് സമയം കൂടി മാത്രമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം. ഇപ്പോഴും മഹാസഖ്യത്തിൽ ആ തർക്കങ്ങളും അല്ലെങ്കിൽ ഒരു സമവായത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. അതേസമയം മറ്റു പാർട്ടികൾ ബഹുദൂരം മുന്നോട്ട് പോയിട്ടുമുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് ഉന്മേഷ്. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ഏതാണ്ട് 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ മാസം 17-നുള്ളിൽ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കേണ്ട അവസാന തീയതിയാണ്. ഇതിനോടകം തന്നെ എല്ലാ പാർട്ടികളിലും ചർച്ചകളൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. മഹാസഖ്യവും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ഞങ്ങൾക്ക് സഖ്യകക്ഷികൾക്കിടയിൽ യാതൊരു പ്രശ്നവുമില്ല, എല്ലാം വളരെ കൃത്യമായി തന്നെ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും മഹാസഖ്യത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് മുന്നണിക്കുള്ളിൽ തന്നെ ചില നേതാക്കൾക്ക് വലിയ അതിർത്തിയിലേക്കടക്കം കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടോടുകൂടി CPIM-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആദ്യഘട്ട പട്ടിക അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. 18 സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ പട്ടിക പ്രസിദ്ധീകരിച്ച ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പിന്നീട് അത് പിൻവലിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അത് ഈ മഹാസഖ്യത്തിന്റെ സീറ്റ് ധാരണ സംബന്ധിച്ചുകൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ നിലനിൽക്കുകയും ഒപ്പം തന്നെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാത്തതുമാണ് കാരണമെന്നാണ് നമുക്ക് CPM-ൽ നിന്നുള്ള ചില ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നൊക്കെ തന്നെ അറിയാൻ കഴിയുന്നത്. BJP സംബന്ധിച്ചിടത്തോളം വളരെ വേഗം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടന്ന് ഒരു മേൽക്കൈ നേടുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. ഇന്നലെ 71 സ്ഥാനാർത്ഥികളുടെ ഒന്നാം ഘട്ട പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു, പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇനി അധികം വൈകാതെ തന്നെ കൂടുതൽ സ്ഥാനാർത്ഥികളെ അവർ പ്രഖ്യാപിക്കും. JDU-നുള്ളിൽ ഇതിനോടകം തന്നെ ചില പൊട്ടിത്തെറികളും തർക്കങ്ങളും ഒക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അവരും ഏതാണ്ട് ഈ ചർച്ചകളൊക്കെ തന്നെ പൂർത്തിയാക്കി ഉടനെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട 2 മുന്നണികളെ കൂടാതെ പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടി വലിയ സ്വാധീനം നേടുമെന്നുള്ളൊരു കണക്കുകൂട്ടലുകളാണ് ഉള്ളത്. ജൻസുരാജ് പാർട്ടി അവസാനഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഇന്നലെ നടത്തിയിട്ടുണ്ട്. അതിൽ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ പ്രശാന്ത് കിഷോർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തേജസ്വി യാദവിന്റെ രാഘോപൂർ മണ്ഡലത്തിൽ നിന്ന് താൻ മത്സരിക്കും. ഇത്തവണ രാഹുൽ ഗാന്ധിയുടെ ഗതിയാകും തേജസ്വി യാദവിനുണ്ടാവുക. അമേഠിയിൽ വയനാട്ടിലും രാഹുൽ ഗാന്ധി മത്സരിച്ചതുപോലെ തേജസ്വി മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പൊക്കെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിലും പക്ഷേ അവസാനം ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായപ്പോൾ ചഞ്ചൽ സിംഗിനെയാണ് രാഘോപൂരിൽ നിന്ന് സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയും അവസാനഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതാണെങ്കിലും മറ്റ് മുന്നണികളൊക്കെ തന്നെ വളരെ വൈകാതെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്കൊക്കെ തന്നെ കടന്നേക്കും. മഹാസഖ്യത്തിൽ ഇപ്പോഴും ചില തർക്കങ്ങളും സീറ്റ് വിഭജനവുമായി സംബന്ധിച്ചുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള ധാരണയിലെത്താത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രശ്നങ്ങളും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി, വിനീത വിജിയാണ് ബീഹാറിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.